മലയാളി. അതെ, ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും കാണുന്ന നമ്മൾ തന്നെ. എന്തിന്? ഒരവസരം കിട്ടിയാൽ ചന്ദ്രനിൽ വരെ ചായക്കട ഇടുന്ന ടീംസാണ് നമ്മൾ മലയാളീസ്. പക്ഷെ ലോകത്ത് എവിടെയാണേലും നമ്മൾ കൈവിടാത്ത രണ്ട് പരിപാടികളുണ്ട്. ഒന്ന്, ആർക്കും വിട്ടുകൊടുക്കാത്ത നമ്മുടെ സ്വന്തം പൈതൃകം. പിന്നെ തേച്ചു മിനിക്ക് നല്ല കലക്കൻ കസവുമുണ്ടും ഉടുത്ത് നെഞ്ചും വിരിച്ചു നടക്കാൻ പഠിപ്പിച്ച നമ്മുടെ സ്വന്തം കേരള സംസ്കാരം. പിന്നെ ചന്ദ്രനിലായാലും കേരളത്തിലായാലും എന്തിന്, ജീവിക്കാൻ വേണ്ടി ഏത് രാജ്യത്തേക്ക് പോയാലും നമ്മുടെ കൂടെ കാണുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. എന്താണെന്നല്ലേ? നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ച് അസൂയ, കണ്ണുകടി, കുന്നായ്മ. ഇതൊന്നും ഇല്ലാതെ എന്ത് മലയാളി? അല്ല, ഇതിപ്പോ ഞാൻ എന്തിനാ ഇവിടെ പറഞ്ഞതെന്നായിരിക്കും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? പറയാം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ കോണോത്തുകുന്ന് എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും അങ്ങ് അയർലൻഡിലേക്ക് ചേക്കേറിയ ഒരു പറ്റം ആളുകളുടെ കഥയാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അവരാരാണെന്നും എന്താണെന്നും പിന്നെ ഈ കൊല്ലത്ത് അവരുടെ ഓണം എങ്ങനെയായിരിക്കും എന്നൊക്കെ നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കാം. അതൊക്കെ പറഞ്ഞ സമയത്ത് തന്നിരിക്കൂടാ. എന്റെ പൊന്ന് പോളേട്ടാ, ഈ 30 കിലോയുടെ ലഗേജില് 5 കിലോ എന്നൊക്കെ പറഞ്ഞ അത്ര നിസ്സാര കാര്യല്ലട്ടാ. പിന്നെ നിങ്ങൾ ഓർത്തിട്ടാ ഞാൻ ഈ കിടുതാപ്പ് പെട്ടിഞ്ഞ് വന്നോണ്ട് ഇങ്ങോട്ട് പോകുന്നത്. ക്ഷമിക്കടാ, നമുക്കേ നാട്ടിൽ നിന്ന് വരുന്നവരോടല്ലേ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. അവരാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടുമെന്ന് എഴുതിയിട്ട് എല്ലാം കെട്ടിച്ചോന്നുകൊണ്ട് വന്നോളൂ. നമ്മൾ അങ്കമാലിക്കാരുടെ കുരുട്ടൂതില്ലടാ. അപ്പൊ നിങ്ങൾ എന്നെ ഞാലടിച്ചതാണല്ലേ? അല്ല, ഞാൻ വേറെ കാര്യം ചോദിക്കണമെന്ന് ഓർത്തായിരുന്നു. നിങ്ങൾ എന്നിട്ടിനാന്ന് എന്നെ നിങ്ങളുടെ വീട്ടിൽ നിർത്താണ്ട് മറ്റേ ഈ മാട്ടേട്ടൻ്റെ വീട്ടിൽ താമസിപ്പിച്ചത്? മനസ്സിലാവത്തോണ്ട് ചോദിക്കാം. എടാ അതെ, ആ ടൈമിലല്ലേ നമ്മുടെ മാട്ടേട്ടൻ്റെ ഭാര്യ ആൻസേച്ചിനെ ഡെലിവറിക്ക് നാട്ടിൽ കൊണ്ടുപോയത്. അഞ്ചാമത്തെ 3x140, പിന്നെ ടിൻസിന് 840 യൂറോയേ. അതെന്റെ ഏട്ടാ 840 യൂറോ ചൈൽഡ് ബെനിഫിറ്റ്. പുള്ളിക്കാണെങ്കിൽ ഈ ആൺകുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മാനുഫാക്ചറിങ് പ്രോസസ്സിൽ എന്തോ ഒരു ചെറിയ ഇഷ്യൂ ആണ്. പുള്ളി അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷേ ഇത്തവണയും ആൺകുട്ടിയാണ്. പിന്നെ മാർട്ടിയേട്ടനാണ് ഒരു ടാക്സ് ഫ്രീ സെറ്റപ്പാണല്ലേ? പിന്നെ അല്ല. എല്ലാം സെറ്റല്ലേ? ആ ഫുൾ സെറ്റ്. മാട്ടിയേട്ടാ കൃത്യസമയത്ത് പരിപാടി തുടങ്ങണം കേട്ടോ. അതെ, ആ ജേസിലൂടെ എനിക്കാണെങ്കിൽ കൈ ധരിച്ചിട്ടും പാടില്ല. എന്തെങ്കിലുമൊക്കെ തുടങ്ങുമ്പോൾ ഒരു തെന്നൽ അടിച്ചിട്ട് വേണ്ട തുടങ്ങാൻ. നീ വരുന്നോ? ഞാൻ ഇല്ല കേട്ടോ. കൊച്ചിറക്ക ഒരു ചെറുത്. ഓ വേണ്ട കേട്ടാ, വേണ്ട. യൂതാവരത്തൂന്നേ അമ്മാമ്മയുടെ തലയിൽ കഴിഞ്ഞിട്ട് സത്യം ചേട്ടാ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് ചെയ്തത്. നീ ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നാട്ടിലേക്ക് നിന്റെ അമ്മാമ്മയുടെ തല വൈബ്രേറ്റ് ചെയ്യുമല്ലോ. എന്തെങ്കിലും ആട്ടെ, ടൂർ പോകുമ്പോൾ വണ്ടി ഓടിക്കാൻ ഒരാളായി. അത് ശരിയാ. എനിക്ക് ഡ്യൂക്ക് ഓടിക്കാൻ അറിയുള്ളൂ. ആ ബെസ്റ്റ്. എന്നാ നിങ്ങളുടെ വഴി നടക്കട്ടെ, ഞാനിത് പോയിട്ട് റെഡി ആയിട്ട് വരാം. ഓക്കേട്ടാ. അല്ല പോളേട്ടൻ, ആര് ജയശ്രീ? നമ്മുടെ അസോസിയേഷൻ സെക്രട്ടറിയാ. അതാരത്? പറഞ്ഞാൽ നീ അറിയും. നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ ബാക്കിലെ ബാലമാഷില്ലേ, ബാലമാഷിൻ്റെ മോളാ. അല്ല, ആര് ബാലമാഷ്? ഈ 2K കൊണ്ടൊക്കെ നാട്ടിലുള്ള ഒരെണ്ണത്തിന് അറിയില്ലല്ലോ എൻ്റെ ദൈവമേ. അവരുടെ വേഷം കണ്ട, വലിയ പാൻറ്റും വലിയ ബനിയനും. എടാ ഇതൊക്കെ ഞാനേ 80s വിട്ടതാ. ഫ്ലെക്സ് ഒന്നും ചെയ്യിക്കാണ്ട് പിടിക്കാവോ? പാകെ മൊത്തത്തിൽ ലെവലേറ്റാ കിടക്കണേ. കൊച്ചറക്ക, നീ കൂടുതൽ എനിക്കിട്ടുണ്ടാക്കലേട്ടാ. 4 വർഷം ഫിസാറ്റിൽ എഞ്ചിനീയറിംഗ് ചർച്ചിട്ടാ ഞാനും കയറി വന്നേ. എന്നെ പഠിപ്പിക്കാൻ വന്നേക്കാ. നീ എന്തുന്നാറായി മണിക്കിലേക്ക് കൊടുക്കണ കിണി കിണെന്ന് പറഞ്ഞോണ്ടിരിക്കണേ? ഓ നമ്മളൊന്നും പറഞ്ഞില്ലേ, നമ്മളെന്തേലും പറഞ്ഞിട്ട് വേണം 2K ഗിഫ്റ്റിന് ചീത്തപ്പേര് വരാൻ. ഇതെന്തിന്റെ കേടായിരുന്നു? ആഹാ, കളറായിട്ടുണ്ടല്ലോ. എടുത്തുണ്ട്. അക്കരെ നാട്ടിലെ ഓണം ഇക്കരെ നാട്ടിലും തീർക്കാൻ എല്ലാരും ഒന്നിച്ചു കൂടി ഓണത്തെ വരവേൽക്കാനാ.
ഇക്കരെ നാട്ടിലെ ഓണം ഇക്കരെ നാട്ടിലും തീർക്കാൻ എല്ലാരും ഒന്നിച്ചു കൂടി ഓണത്തെ വരവേൽക്കാനായി ഈ നാടും നഗരവും ഉണരുന്നു ഉത്സവം അങ്ങനെ തുടരുന്നു ഇവിടെയും നാട് തീർക്കാനായി ഈ നാടും നഗരവും ഉണരുന്നു ഈ നാടും നഗരവും ഉണരുന്നു ഉത്സവം അങ്ങനെ തുടരുന്നു ഇവിടെയും നാട് തീർക്കാനായി ഈ നാടും നഗരവും ഉണരുന്നു. ഹലോ ചേച്ചി, കേൾക്കാമോ ചേച്ചി? ഹലോ ഹലോ കേൾക്കാമോ ചേച്ചി? ഹലോ 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 ചേച്ചി കേൾക്കാമോ? എന്തായി? എടുക്കുന്നില്ലെന്നേ. ചേട്ടായി വണ്ടി എടുക്ക്. ഓക്കെ. ഇതെന്താ ടീ വെച്ചേക്കണേ? ഇതെന്താന്നറിയില്ലേ? മലയാളത്തിൽ FM. ആ, നമ്മുടെ മലയാളികൾ തുടങ്ങിയ നമ്മുടെ അയർലൻഡ് FM. ശരി, ഇവിടെ അയർലൻഡിലാ? ആ, നമ്മുടെ മലയാളികളുടെ നമ്മുടെ അയർലൻഡ് FM. നമ്മുടെ അയർലൻഡ് FM. കൊള്ളാലോ പരിപാടി, അടിപൊളി. ചേച്ചി വിളിക്കുന്നു, ഇത്തിരി സൗണ്ട് കുറച്ച്. ഓക്കെ ഓക്കെ. ഹലോ ഹലോ ചേച്ചി, ഇറങ്ങിയില്ലേ? ഇല്ലെന്നേ, ഞാൻ ഇത്തിരി തിരക്കാം, വരുമ്പം പറയാം. ഇല്ലേ? അതെന്താ മീറ്റിങ്ങിന് വരണില്ലേ? ചേച്ചി, എങ്ങാനും ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ 3 പേരായിരിക്കും ഇന്നത്തെ അവരുടെ ഏര കേട്ടോ. ചേച്ചി മെയിനായിട്ട് കൊത്തി വലിച്ച് കുറ്റം പറയാൻ പോകുന്ന ചേച്ചീനായിരിക്കേ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഹാഫ് ഡേ എങ്കിലും ലീവ് ഇട്ട് ചേച്ചി ഇറങ്ങിയേ പറ്റത്തുള്ളൂ. ഇനി ഞങ്ങൾ വരണോ കൂട്ടാനായിട്ട്? ഓ വേണ്ടന്നേ, ഞാനങ്ങ് എത്തിയേക്കാം. ആ ഓക്കെ. പിന്നെ ചേച്ചി വരുമ്പോഴേ നമ്മൾ ഉണ്ടാക്കിയ കണക്കെടുത്തോണ്ട് പോരണ്ട. ആരെന്ത് ചോദിച്ചാലും ഒന്നും പറയാൻ നിൽക്കണ്ട, ബാക്കി നമുക്ക് നോക്കാം. അല്ല സനീഷേ, മറ്റേ കേസ് അവരെ കൊണ്ട് കുത്തിപ്പൊക്കൂ. എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്നേ. ആ ചേച്ചി നല്ല ചിരിച്ച മുഖമായിട്ട് അങ്ങോട്ട് മീറ്റിംഗിലേക്ക് കയറി വരണം. ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങൾ അവിടെ ഉണ്ടെന്ന്. പിന്നെ കഴിഞ്ഞ കൊല്ലം ഞങ്ങളെ ചേച്ചി കൈ അഴിച്ച് സഹായിച്ചത് അങ്ങനെ മറക്കാൻ പറ്റുമോ? ആ, എല്ലാരും ഒക്കെ ഓർത്താ നന്ന്. സനീഷേ, എന്തേലും പറഞ്ഞായിരുന്നു? അയ്യോ, ഒന്നും പറഞ്ഞില്ല ചേച്ചി. ആ ചേച്ചി, പിന്നെ വേറൊരു കാര്യം പറയാണ്ടേ. ചേച്ചി, കഴിഞ്ഞ തവണത്തെ പോലെ ഒരാൾക്ക് ഡ്യൂട്ടി ഒരാൾക്ക് ഓഫ് പിന്നെ സിക്ക് വിളിക്കല് അതൊന്നും നടപടിയാവണ കേസല്ല. ഇത്തവണ പ്രോഗ്രാമിന്റെ അന്നും പിറ്റേന്നും എനിക്കും ചേട്ടായിക്കും ഓഫ് ഇട്ട് വെച്ചേക്കണം. ചേച്ചിയാണല്ലോ CNM, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ള വിഷമൊന്നും വിചാരിക്കണ്ട. ദേ, അതെല്ലാം ഞാൻ നോക്കിയും കണ്ടും ചെയ്തോളാം. പിന്നെ അവസാനം നിങ്ങൾ രണ്ടുപേരോട് എനിക്ക് ഒരു പണിയാകാതിരുന്നാൽ മതി. നിങ്ങളെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു? ദേ സനീഷേ, സനിതേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കഴിഞ്ഞ എല്ലാ പരിപാടിയുടെയും ഈ തിരിമറി മൊത്തം ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടൊക്കെ തന്നെ എന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും എന്നെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാ. ഇല്ലെങ്കിൽ എന്താ, ഞാനുള്ളതെല്ലാം വിളിച്ചു പറയും, അത്രേ ഉള്ളൂ. പണി വരുന്നുണ്ട് അച്ചായ, വണ്ടി എടുക്ക്. ചുട്ടിച്ചും തെറ്റിച്ചും താളത്തിൽ നിന്നോർക്കു കിട്ടിയ മുട്ടൻ പണി. ഈ നാടും നഗരവും ഉണരുന്നു, ഉത്സവം അങ്ങനെ തുടരുന്നു, ഇവിടെയും നാട് തീർക്കാനായി ഈ നാടും നഗരവും ഉണരുന്നു. എന്നാൽ പിന്നെ നമുക്കങ്ങ് തുടങ്ങിയാലോ? കോണോത്ത് കുന്നിൻ്റെ, അതായത് നമ്മുടെ നാടിൻ്റെ ഓണാഘോഷം എങ്ങനെയായിരുന്നോ
അത് തന്നെ ഈ അയർലാൻഡിലേക്കും പറിച്ചു നടുക. ഇതാണ് ഇത്തവണത്തെ ഓണാഘോഷത്തിൻ്റെ ഉദ്ദേശം. നാലാൾ അറിയട്ടെന്നേ നമ്മളൊക്കെ ഈ അയർലൻഡിലുണ്ടെന്ന്. എന്തേ മാറ്റേട്ടാ, അതൊക്കെ അവിടെ കേട്ടെ. ആദ്യം കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിൻ്റെ ഈസ്റ്ററിൻ്റെയും കണക്ക് അവതരിപ്പിച്ചിട്ട് മതി ഇത്തവണത്തെ ഓണാഘോഷം. കഴിഞ്ഞ വർഷത്തെ പരിപാടി എന്ന് പറയുന്നത് കർത്താവ് വെള്ളം വീഞ്ഞാക്കിയതിനേക്കാൾ വലിയ മായായിരുന്നു എന്ന് പൊതുവിലൊരു സംസാരമുണ്ട്. ഓളെ അതൊക്കെ കഴിഞ്ഞില്ലേ, ഇതിപ്പോൾ ഓണം ആയില്ലേ, സഹോദരത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഓണം. മാട്ടേട്ടാ, കഥാപ്രസംഗമല്ല, കണക്കാ ചോദിച്ചത്. ഏതൊരു പരിപാടിക്ക് മുമ്പും അതിന് മുൻപേ ഉള്ള കണക്ക് അവതരിപ്പിക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദ ഉണ്ടല്ലോ. ആ അത് ശരിയാണ്. കഴിഞ്ഞ തവണ ഡാൻസ് പ്രോഗ്രാമിന് പട്ടുസാരി വാടകയ്ക്ക് എടുത്ത വകയിലേ എനിക്കും കിട്ടാനുണ്ട് 350 രൂപ, അതായത് യൂറോയെ. അതിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം, ഉറപ്പ്. പിന്നെ ഫുഡ് അതെന്താ ഫുഡില്ലേ? ഓ, ഈ പുള്ളിയെ കൊണ്ട് വലിയ ഏനക്കേടല്ലോ. എടാ ചെറുക്കാം, ഏനക്കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇപ്പം തന്നെ പറയുന്നത്. ഇത് എല്ലാ വർഷമുള്ള ഒരു കലാപരിപാടിയാണ്. നമ്മൾ സദ്യയുടെ ഡേറ്റൊക്കെ ആദ്യമേ ഫിക്സ് ചെയ്യും. എന്നിട്ടുണ്ടല്ലോ ഏറ്റവും അവസാനം കൊണ്ടിട്ട് ഒരു ഊള കാറ്ററിങ്ങിന് സദ്യ ഏൽപ്പിക്കും. അവസാനം പുകച്ചൊവ്വയുള്ളൊരു സാമ്പാറും മുരിങ്ങക്കോലില്ലാത്ത അവയിലും പിന്നെ രതീഷ് പോലെ ഇരിക്കുന്ന പപ്പടവും. ഇതൊന്നും പോരാഞ്ഞിട്ട് പേപ്പറിലയിൽ സദ്യ. ഓ, ഇപ്പോൾ കാറ്ററിംഗുകാരൻ പറഞ്ഞാൽ മതി. എടാ, നിനക്കൊരു കാര്യം അറിയോ? ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ അടുക്കളയിൽ കയറുന്നത് ഒന്നുകിൽ ഫ്രോസൺ ഫുഡ് ചൂടാക്കാനും അല്ലെങ്കിൽ പരദൂഷണം പറയാനാണ്. പിന്നെ അവരോട് എങ്ങാനും കുക്കിംഗ് അറിയുമെന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ പറയും, ഞാൻ എന്തിനാ കുക്ക് ചെയ്യുന്നേ, അതിനാണല്ലോ ഞാൻ അച്ചായനെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്, അച്ചായൻ നല്ല പോലെ കുക്ക് ചെയ്യല്ലോ എന്നൊക്കെയാണ്. ഇയാൾ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട്. അതെ, ആവശ്യമില്ലാത്ത കാര്യമൊന്നും ആരും ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യണ്ട. എല്ലാം പിന്നെ നമുക്ക് ബിരിയാണി ആക്കിയല്ലോ. എന്ത് ചളിയേട്ടത്. ഒന്ന് എഴിച്ച് പോടൂ, എന്ത് പറഞ്ഞാലും ഒരു കൊണ. ആ, കഴിഞ്ഞ വർഷത്തെ പോലെ ആഘോഷത്തിൻ്റെയും സദ്യയുടെയും പേര് പറഞ്ഞ നാട്ടിലേക്ക് പൈസ അടിച്ചെടുത്തുന്ന പരിപാടി ഇത്തവണ എന്തായാലും നടക്കൂല. അസോസിയേഷൻ കാശ് അടിച്ചാണ് ചിലരൊക്കെ നാട്ടിൽ വീടും സ്ഥലവും വാങ്ങിയതെന്നൊരു കരക്കമ്പി കഥ അവിടെ പൊന്തി വരണുണ്ട്. ആ കരക്കമ്പി കഥ. ദേ സോഫി, നീ കണ്ട കഥ ഇവിടെ വന്ന് വിളമ്പിയാലുണ്ടല്ലോ. നിങ്ങളൊന്ന് വിടും മനുഷ്യ. അതെ, ഡേ ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി, എക്സ്ട്രാ ഡ്യൂട്ടി ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതൊക്കെ തന്നെ വാങ്ങണത്. അല്ല പിന്നെ അല്ല, അവളുടെ ഒരു അസൂയ കണ്ടില്ലേ, കൊണ്ണുകടി തന്നെ. അതെ, കാശുള്ളവനെ വീടും വാങ്ങും, എസ്റ്റേറ്റും വാങ്ങും, ഒക്കെ വാങ്ങും. അതല്ലാത്തവന് ഇങ്ങനെ കമ്പിക്കഥയും പറഞ്ഞിട്ടിരിക്കും. അല്ല, കരക്കമ്പിക്കഥ. നിങ്ങളിത് എല്ലാവരും കൂടി ഇങ്ങനെ തുടങ്ങിയാലും എങ്ങനെയാ? ഒന്നുമില്ലെങ്കിലും മറ്റുള്ളവർ കാണുന്നുള്ളൊരു ബോധ്യമെങ്കിലും വേണ്ടേ? ഇതേ നമുക്ക് എല്ലാവർക്കും കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിസ്കഷനാണ്, അല്ലാതെ തമ്മി തല്ലാനും തല്ലി അവസാനം ഉടുമുണ്ട് പൊക്കി കാണിക്കാനുമല്ല. കഷ്ടം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ കോണത്തൂന്ന് ഷാപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സിസിലി ചേച്ചി ഇല്ലേ, ആ ചേച്ചിയുടെ മൂത്ത മോളുടെ കെട്ടിയോൻ ഇവിടെ കാറ്ററിംഗ് നടത്തുന്നുണ്ട്. അടിപൊളി ഫുഡാ, നമുക്ക് ആളെ ഏൽപ്പിച്ചാലോ? ആ, അതൊരു നല്ല ഐഡിയ ആണ് കേട്ടോ. എന്താ നിങ്ങൾക്കറിയാമെങ്കിൽ അത് മതി. ഫിക്സ്. എന്തേ നിനക്കുണ്ടാക്കണോ? മാറ്റിയിട്ടാണ് നമ്മുടെ അസോസിയേഷനെ ഒരുമാതിരി കണിമംഗലം ട്രസ്റ്റ് പോലെയാണെന്ന കരക്കമ്പി നാട്ടിൽ മൊത്തം ഉണ്ട്. അല്ല, അത് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്താ? ഞാനും അപ്പനും അപ്പൻ്റെ പെങ്ങൾ സുഭദ്രയും, അല്ല നിങ്ങൾ രണ്ടുമൂന്ന് പേര് കൂടിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും മറ്റുള്ളവരെല്ലാവരും മാതിരി സൈലന്റ് മോഡിലാണെന്നും. അതെ, സോറി കേട്ടോ, കുറച്ച് ലേറ്റായിപ്പോയി. ഇറങ്ങാൻ നേരത്തെ ആ റൂം 10-ലെ മൈക്കപ്പാപ്പന് എന്നോട് മുടിഞ്ഞ പ്രേമം, എന്നെ കെട്ടിയേ പറ്റത്തുള്ളൂ. ഒരു വിധത്തിലാണ് ഇറങ്ങിപ്പോകുന്നത്. പാവ എന്നെ നോക്കി ഇരിപ്പുണ്ടായിരിക്കും. ചേച്ചി ഇപ്പോഴും അപ്പാപ്പന്മാരുടെ മുത്തല്ലേ? ഏതപ്പാപ്പനാ ചേച്ചിനെ കാണാൻ ഒന്ന് പ്രേമിക്കുന്ന മാത്രമേ. ഒന്ന് പോവാനത്. ചേച്ചിയല്ലേ സെക്രട്ടറി? കഴിഞ്ഞ വർഷത്തെ കണക്ക് വല്ലതും കയ്യിലുണ്ടാ? മറവും തിരിവും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്തോ. അതെ സോഫി, കണക്കൊക്കെ കറക്റ്റിന് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും ഓർത്ത് ആരും കൊണ്ടുതപ്പെടണ്ട. ആ, വരവ് അവതരിപ്പിക്കാം. അംഗങ്ങളിൽ നിന്നും പിരിച്ചത് 6000 യൂറോ, സ്പോൺസർഷിപ്പ് 5000 യൂറോ, പിന്നെ കൂപ്പൺ പിരിച്ചത് 2650. ആകെ മൊത്തം 13650. ആ, ഇനി ചിലവ്. ഓഡിറ്റോറിയം വാടക 1000 യൂറോ. അത് 600 യൂറോ ആയിരുന്നില്ലേ? അത് പിന്നെ പറഞ്ഞതിൽ കൂടുതൽ സമയം നമ്മൾ ഹോൾ ഉപയോഗിച്ചില്ലേ,
അതും പോരാഞ്ഞിട്ട് കെറ്റിലാരോ മോഷ്ടിച്ചുകൊണ്ടുപോയിട്ട് 250 യൂറോ ചോള പോലാണ്ട് എണ്ണി കൊടുത്തത് നിങ്ങൾക്ക് മറന്നോ? ലൈറ്റ് ആൻഡ് സൗണ്ട് 3000 യൂറോ, സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ 1000 യൂറോ, ആണുങ്ങൾക്ക് 11 ജെയിംസൺ 352 യൂറോയെ, ഗിന്നസ് ബിയർ 6 കേസ് വാങ്ങി 120 യൂറോ, ലേഡീസിനും വാങ്ങി സ്മിർനോഫ് 5 എണ്ണം 125 യൂറോ, പിന്നെ സോഡ വെള്ളം 60 യൂറോ. ആ അത് കറക്റ്റ് കണക്കാ. കുപ്പി ഞാൻ എൻ്റെതാണ്. പിന്നെ ഫുഡിന് 3200 യൂറോ ആയി. 3200 യൂറോയോ? എൻ്റെ മോളെ മുഴുവൻ സ്പെഷ്യൽ ആയിരുന്നില്ലേ? ഉണ്ട നല്ല കണക്കാണല്ലോ ചേച്ചി. മണലിൽ വെള്ളം ഒഴിച്ച പോലെ എങ്ങോട്ടാ പോയേ എന്തിനാ പോയെന്ന് മനസ്സിലാകാത്തൊരു കണക്ക്. നല്ല സപ്പോർട്ടാണല്ലോ മാട്ടിയേട്ടാ. ഇതൊന്നും പറ്റില്ലെങ്കിൽ എന്തിനാ എടുത്ത് തലയിൽ വെക്കണേ? അത് ചേട്ടായി പറഞ്ഞതാ ശരി. ഇതൊക്കെ നേരാവണ്ണം നോക്കി നടത്താൻ പറ്റിയില്ലെങ്കിലേ പിന്നെ ഏറ്റെടുക്കില്ലേ? അല്ല പിന്നെ എന്നാ ഇയാളും ഇയാളുടെ പെണ്ണുപിള്ളയും കൂടെ അങ്ങ് നടത്ത്. ഞങ്ങൾ കൊടിഞ്ഞൊന്ന് മാറി നിൽക്കാം. ഓ ചോദ്യം ചോദിക്കുമ്പോ ചാക്കോ മാഷ പോലെ ബബ്ബാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ല പിന്നെ ഒന്നും മിണ്ടാതിരിക്കേ. എന്ത് പറഞ്ഞാലും അല്ല പിന്നെ പ്രസിഡന്റ് പിന്നെ ദേഷ്യം വരില്ലേ? എന്ത് പറഞ്ഞാലും അല്ല പിന്നെ. കാണിക്കാം, കാണിച്ചു തരാം. ആണുങ്ങൾ പരിപാടി നടത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അയർലൻഡ് ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു അടിപൊളി ഓണാഘോഷം. ഓരോ കിമിയിലുള്ള ഓരോ ഓണത്തു നിന്നാലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കിടിലൻ ഓണം. എന്തിന് ഇത് കഴിയുമ്പോൾ അങ്ങ് അങ്കമാലിയിൽ വരെ എൻ്റെ പേര് ചർച്ച ചെയ്യും. ആരാണ് ഈ പോൾസൺ ഡേവിഡ് എന്ന്. പിന്നെ ഫണ്ട് അത് നിങ്ങളെല്ലാവരുടെയും അല്ല നമുക്ക് എല്ലാവർക്കും കൂടി പിരിച്ചിട്ടെടുക്കാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം പരിപാടി എങ്ങനെ നടത്തണം എന്നുള്ളത്. തന്നിരിക്കും നല്ല അടിപൊളി ഓണാഘോഷം. അത് ഗ്യാരണ്ടിയാണ്. എടാ പോളെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് നിന്റെ വായത്താളത്തിൽ തീരെ വിശ്വാസമില്ല കേട്ടോ. ചുമ്മാ വളവളാന്ന് പറയാന്നല്ലാണ്ട് കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണ്. അയ്യോ നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങൾ വിശ്വസിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അയ്യോ ഈ വർഷത്തെ ഓണാഘോഷം ഒരു സ്വപ്നം പോലെ ഉണ്ടായിരുന്നു അല്ലേടി സനിതേ, അല്ലേടി ജയശ്രീ എന്നെങ്ങാനും പറഞ്ഞു വന്നിട്ടുണ്ടല്ല എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കും. എൻ്റെ പൊന്നു പോളെ ഇത് കോണാടി അല്ല കേട്ടോ, അത് കാര്യമാണേ. ഓ കാര്യം തന്നെടേ. ചുമ്മാ വെറുതെ ഇതൊക്കെ തള്ളോട് തള്ളു തന്നെയാണ്. ഇവനൊക്കെ എവിടെ പോയാലും അലമ്പാണ്. ഇവന് വലിയൊരു സമ്പ്രദായത്തിയുണ്ട്, ഒരു പണിയില്ല, ഒന്നുമില്ല. ഒന്ന് വെറുതെ ഇപ്പം എല്ലാം കുളമാക്കുക, അലമ്പാക്കുക, ഇതാ ഉദ്ദേശം അല്ലേ? ആ ഓക്കെ 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 ശരി ശരി ശരി. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്തവണത്തെ ഓണം നമ്മൾ പൊളിക്കും. നല്ല പന്നിപ്പൊളി പൊളിക്കും. അതിൻ്റെ ആദ്യ സൂചന ഞാൻ തരാൻ പോവാം. നമ്മുടെ ഗസ്റ്റ് ആളൊരു സെലിബ്രിറ്റിയാണ്. കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരാൾ. അത് ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരാൾ. ഇതറിയുമ്പോൾ അയർലൻഡ് മൊത്തം ഒന്ന് ഞെട്ടും. അയ്യോ വല്ല ചെറിയ വള്ളിയിലും പിടിച്ച് തൂങ്ങിയാൽ പോരടാ പൈതല നിനക്ക്. പുലിമുരുകനിലെ മൂപ്പം പോലും ഇങ്ങനെ തള്ളി കാണൂല. തള്ളാനുള്ളതൊക്കെ ഉണ്ടെന്നേ. ആ എന്നിട്ട് ഇനി അയാളുടെ അടുത്ത് ചെറിയൊരു ക്ലാരിഫിക്കേഷനോടും കിട്ടിയാൽ മതി. ഇത്തവണ അയർലൻഡ് നമ്മളെ നോക്കി ഒന്ന് ഞെട്ടും. പക്ഷേ കുറച്ച് ഫണ്ട് ഇറക്കണം. ഒരാൾ മേടിച്ച ചായത്തോട്ടാണെങ്കിലേ മറ്റൊരാൾ നോട്ടോട്ട് വെച്ചിരിക്കുന്ന ഏലത്തോട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. നടൻ, സംവിധായകൻ എന്ന് വേണ്ട മലയാളത്തിലെ പുതിയ ട്രെൻഡും പുതിയ യൂണിവേഴ്സും തുടങ്ങി വെച്ച ഒരു അഡാർ ഐറ്റം. ഒന്ന് തേങ്ങ ഉടക്കി സാമി. സാക്ഷാൽ ബേസിൽ ജോസഫ്. 5 മിനിറ്റ് കഴിയുമ്പോൾ എന്നെ വിളിച്ച് കൺഫർമേഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിക്കാതിരിക്കില്ലെന്നേ. ആളൊരു നിഷ്കളങ്കനാണ്. പണ്ട് ഞാനും ടൊവിനും കൂടി ഇരിഞ്ഞാലക്കൂടെ ചെന്ന് കണ്ടപ്പോൾ ഈ ബാക്കി ഞാൻ പറയാം. ടൊവിനോയെ കാണാൻ വന്നപ്പം കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. പിന്നെ ഇന്നസെന്റ് പറയും പോലെ പ്രിയ ബേക്കറിയിൽ നിന്ന് മുന്തിരി ജ്യൂസ് കുടിച്ചിരുന്നു. ഒന്ന് പോയിന്റെ പോലെ അയാൾക്ക് ഒരു പണിയില്ലല്ലോ. ഇയാൾ വിളിക്കുമ്പോൾ ഹനുമാൻ എന്താ ചാടിയോട്ട് കടലും കടന്ന് ഇങ്ങോട്ട് വരാനായിട്ടില്ല. നടക്കാൻ പോകുന്നില്ല. വന്നു മോനെ വന്നു.